ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ബ്ലോക്കായി നിൽക്കുന്ന എനർജി എന്താണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പേഴ്സണോടും നിങ്ങളോടുമുള്ള ഫീലിങ്സും നോക്കുന്നുണ്ട്, യൂണിവേഴ്സൽ ഗൈഡൻസും നോക്കുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ മാത്രം ഈ ഒരു റീഡിംഗ് കണ്ടാൽ മതി. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ഫസ്റ്റ് നോക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ, അതായത് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു ഫാമിലി ആയിരിക്കാം. ആ ഒരു ഫാമിലി ലൈഫിനായിരിക്കാം പെട്ടെന്നൊരു ദിവസം ഒരു പ്രോബ്ലംസ് ഉണ്ടായത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയതായിട്ട് ഇവിടെ കാണുന്നു. അതായത് വളരെയധികം സന്തോഷത്തോടെ കൂടെ കഴിഞ്ഞ ഒരു ഫാമിലി ലൈഫ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോയത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ആദ്യത്തെ സ്പ്രെഡ് എടുത്തേക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സൈക്കിൾ എൻഡ് ആയതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, എൻഡ് ആയതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയിരിക്കുന്നു. അതാണ്. അതായത് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞപ്പോഴായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ആ ഒരു സമയത്തായിരിക്കാം. ഇവിടെ നമുക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സൈക്കിൾ എൻഡാക്കിയതിനു ശേഷമാണ് ആ ഒരു പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ വളരെയധികം മാനസിക വിഷമങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ചിന്തകളിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് വേർവിട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ, നിങ്ങൾ വളരെയധികം ആ ഒരു വേദന നിങ്ങൾ വളരെയധികം അനുഭവിച്ചതായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പുറകിൽ നിന്ന് ഒരു കുത്തു കിട്ടിയ ഒരു അവസ്ഥയാണ്. കാരണം നിങ്ങൾ വളരെയധികം വിശ്വാസത്തോട് കൂടിയിട്ട് പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ചതി നേരിടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ അത്രയും നാൾ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളാണ് എല്ലാം തകർന്നു പോയ ഒരു സിറ്റുവേഷൻ കാണുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ അടിത്തറ തന്നെ ഇളകിയ ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ വളരെയധികം ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി ലൈഫ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. മേ ബി ഈ ഒരു റീഡിംഗ് കാണുന്ന ഒരു 90% ആളുകളും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നു. എന്തായാലും ഇവിടെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിന്ന ജീവിതത്തിലാണ് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ പോലും അറിയാതെ ആ ഒരു വലിയ ഒരു ചേഞ്ച് ഉണ്ടായതായിട്ട് കാണുന്നത്. അതോടെ നിങ്ങൾ അത്രയും നാൾ നിങ്ങളുടെ ആ ഒരു സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാമാണ് നശിച്ചു പോയത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ക്യൂരിയസ് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. മേ ബി ഒരുപാട് വഴികൾ തേടുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഇനി നന്നാക്കി എടുക്കും, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. മേ ബി പല കാര്യങ്ങളും നിങ്ങൾ ഇതിനോടകം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ പറ്റി ഇപ്പോൾ നോക്കാനുള്ള സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ പറ്റി തിരക്കുന്നുണ്ടായിരിക്കാം. കാരണം ഈ ഒരു പേഴ്സന്റെ ഒരു വിവരവും കാണില്ല. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സിറ്റുവേഷൻസ് വരെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട്
ഈ ഒരു പേഴ്സണെ പറ്റി അറിയണം, എന്ത് ചെയ്യുകയായിരിക്കും. നിങ്ങൾ ഒരുപാട് ആ ഒരു പേഴ്സന്റെ പുറകെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല. നിങ്ങൾ കരുതുന്നത് ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എന്റെ ജീവിതം കംപ്ലീറ്റ് ആകുകയില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നമുക്ക് ആ ഒരു എനർജി തന്നെയാണ് പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഞാൻ കാർഡ്സ് എടുക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയി, ആ ഒരു എനർജിയാണ്. ഈ ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു അവസ്ഥ. അതിന് മേ ബി അതിന്റെ കാരണം എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇത് റിലേഷൻഷിപ്പ് സ്റ്റക്കായി നിൽക്കുകയാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എങ്ങോട്ടേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നതെന്ന് നിങ്ങൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അല്ലെ ഇതിനൊരു ഫ്യൂച്ചർ കാണില്ലെന്ന് പോലും നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു അടിത്തറ തന്നെ ഇളകിയ ഒരു സംഭവമാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ്. ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ മെമ്മറീസ് ഓർക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ പറ്റി ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നുള്ള ഫാമിലി ലൈഫ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മേ ബി മാരേജ് കഴിഞ്ഞവർക്കായിരിക്കാം ഈ ഒരു റീഡിങ് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. കാരണം ഈ ഒരു വ്യക്തി തന്റെ ഫാമിലിയെ പറ്റി ഓർക്കുന്നു. മേ ബി നിങ്ങളുടെ ആ ഒരു മാരേജ് നടന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ, അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഫൗണ്ടേഷൻ, അതായത് ആ ഒരു ഫൗണ്ടേഷൻ തന്നെ തകർന്നു പോയ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. കണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ കരുതുന്നു. കാരണം ഓൾറെഡി എന്തായപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഹോപ്പും കാണില്ലായിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ ഒരു ഹോപ്പ് വെക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫിൽ. മേ ബി നിങ്ങളുടെ മാരേജ് നടന്ന ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം ഓർത്തെടുക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും ആ ഒരു പേഴ്സണ് നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല. കാരണം നിങ്ങൾ ആ ഒരു പേഴ്സന്റെ സോൾമേറ്റ് ആണ്. അപ്പൊ ആ ഒരു സോൾമേറ്റിനെ വിട്ടിട്ട് ആ ഒരു പേഴ്സൺ എങ്ങനെ പോകാനായിട്ട് കഴിയും? അപ്പം ഈ ഒരു പേഴ്സണ് ആ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് മേ ബി ആ ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു കർമ്മ കാണുമായിരിക്കാം, ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആ ഒരു വ്യക്തിയെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സിറ്റുവേഷൻ കാണുമായിരിക്കും. ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകേണ്ടി വന്നത്. മേ ബി എന്തായാലും ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഫീലിങ്സിൽ. അതുപോലെ തന്നെ നിങ്ങളെന്നുള്ള ആ ഒരു ഫാമിലി ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ ഒന്നിച്ചുള്ള ആ ഒരു ഫാമിലി, അതായത് ഇത്ര തലമുറകളായിട്ട് ഒന്നിച്ച് ജീവിക്കണം, അല്ലെ എന്റെ തകർന്നു പോയ ആ ഒരു ജീവിതത്തിന് ഒരു അടിത്തറ ഉണ്ടാക്കണം, അല്ലെ ഒരു അടിത്തറ സ്ട്രോങ് ആക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. മേ ബി അവരിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. പക്ഷെ എന്നാലും നിങ്ങളുടെ ആ ഒരു ചിന്തകളിലാണ് ആ ഒരു പേഴ്സൺ. അതാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുത്ത് ഇതിനായിട്ട് ഇറങ്ങി വരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു മനസ്സെന്ന് പറഞ്ഞ ഇംബാലൻസ് ആണ്. അവർക്കൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല. മേ ബി ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവർ തീരുമാനം മാറ്റുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു പേഴ്സന്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്.
കാരണം ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ടായിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണ് കൂടുതൽ ഏജ് ഉണ്ടെന്നുണ്ടെങ്കിലും, അല്ലെ ഏജ് കൂടിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും പ്രായത്തിൻ്റെതായിട്ട് അനുസരിച്ചുള്ള ഒരു പക്വത ഈ ഒരു പേഴ്സണ് കാണില്ല. വളരെ ഇമ്മച്വർ ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഒരു പേഴ്സൺ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഒരു മെച്യൂരിറ്റി ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവരുടെ തീരുമാനങ്ങൾക്കോ അവരുടെ ആ ഒരു മുന്നോട്ടുള്ള കാഴ്ചപ്പാടിലോ ഒന്നും ഒരു സ്ഥിരത കാണാത്ത ഒരു വ്യക്തിയാണ്. അതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഇപ്പോഴും ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും അവർ നിങ്ങളെ കൈവിട്ടിട്ടില്ലെന്നുള്ളത് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതില് ആ ഒരു പേഴ്സൺ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അത് വിട്ടുകളയാനായിട്ട് ഈ ഒരു പേഴ്സൺ റെഡിയല്ല. ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോലും നിങ്ങളെന്നുള്ള വ്യക്തിയെ പറ്റിയിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നഷ്ടം ഈ ഒരു നെഗറ്റീവ് എനർജി നിമിത്തം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്ന ആ ഒരു തേർഡ് പേഴ്സൺ നിമിത്തം നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പഴയതുപോലെ എത്തണം, ഇതിനൊരു സ്റ്റെബിലിറ്റി വേണം, എക്സിസ്റ്റൻസ് വേണം, ഇതിനെയൊക്കെ പറ്റിയിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഇമ്മച്വർ ആയിട്ടുള്ള ഒരു സ്വഭാവമോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് ഈ ഒരു പേഴ്സൺ അറിയാമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ നിങ്ങളുടെ ഫീലിങ്സ് ആണ് ഞാൻ ഇത്രയും നോക്കിയത്. നമ്മൾ നേരത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് ഈ ഒരു 2 കാർഡ്സ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇപ്പൊ അവരുടെ ഫീലിങ്സിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ക്ലാരിറ്റിയും തന്നു. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച എല്ലാ സംഭവങ്ങളും തുറന്ന് പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സണ് വളരെയധികം പ്രതീക്ഷയാണ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട്. കാരണം നിങ്ങളുടെ ചിന്തകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവർ പോയ സാഹചര്യമായിരിക്കാം അവരെ ഈ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയൊരാളാക്കി മാറ്റാനായിട്ട് സഹായിച്ചത്. അപ്പൊ അതൊക്കെ കൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് റിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു ആവശ്യമാണ്. യെസ്, നമുക്ക് അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ റീയൂണിയൻ ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ്. കാരണം അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട്, കാരണം എല്ലാ ക്ലാരിറ്റിയോടും കൂടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. ഇതും ഒരു റീയൂണിയൻ കാർഡാണ്. നമുക്ക് അതിന്റെ കൺഫർമേഷൻ ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിലും സ്ട്രോങ് ആക്കാനായിട്ട്, അതിന്റെ അടിത്തറ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ വരുന്നതാണ്. എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ. നിങ്ങളുടെ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സും എല്ലാം ഈ ഒരു പേഴ്സൺ വളരെയധികം അതായത് നിങ്ങളോട് തന്നെയാണ് ഫീലിങ്സ്. ഇനി തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ആദ്യമേ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാർഡ്സ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണിത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിരുന്നു ഇത്. അപ്പം അതെല്ലാം നോക്കിയപ്പോഴും ആദ്യമേ നെഗറ്റീവ് കാർഡ്സ് വന്നെങ്കിലും നമുക്ക് ലാസ്റ്റ് നമ്മൾ ഈ ഒരു റീഡിംഗ് വായിച്ചു വന്നപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് തന്നെയാണ് ഫീലിങ്സ് ഉള്ളത്. അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്.
നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെയധികം സങ്കടത്തിലാണെന്നാണ് കാണുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം ഇതിനോടകം തന്നെ മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. വല്ലാത്ത കുറ്റബോധവും നിരാശയും ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല. എന്തായാലും ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ ലെസൺ പഠിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് അവരുടെ സിറ്റുവേഷൻ നോക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ. കാരണം ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു പേഴ്സൺ അതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം സങ്കടമാണ്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്ത ആളുകളായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്നേഹമൊക്കെ ആ ഒരു പേഴ്സൺ ഓർക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ പോകണ്ട എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്താണ് തേർഡ് പാർട്ടിയോടുള്ള എനർജി? യെസ്, ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ആ ഒരു തേർഡ് പാർട്ടി എനർജി, അതായത് ആ ഒരു ഡെവിൽ എനർജി, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിരായി നിൽക്കുന്ന ആരാണ്? ഒരു ഡെവിൽ. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് കാണുന്നത്. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എനർജി ഞാൻ എടുത്തു. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത്. അപ്പം ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പം തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് യാതൊരു ഫീലിങ്സും ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം അവർ വളരെയധികം സഹിച്ചു നിൽക്കുകയായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം കൺട്രോളിംഗ് ആണ്. ഈ ഒരു പേഴ്സണെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണ്? ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സന്റെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന പേഴ്സൺ, അത് നിങ്ങളാണ്. അപ്പൊ ആ ഒരു പേഴ്സന്റെ മെമ്മറീസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന്, അതായത് അവർ ഇമോഷണലി വളരെയധികം മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരിയിലേക്ക് വരാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിലാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പം തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ്. കാരണം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് യാതൊരു കോണ്ടാക്റ്റും കാണുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഹെർമിറ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. കാരണം നമുക്ക് 8 ഓഫ് കപ്സും കിട്ടിയിരുന്നു. ആ ഒരു പേഴ്സൺ നടന്നു നീങ്ങുന്ന ഒരു എനർജിയാണ്. ഇവിടെ അവരുടെ എനർജി നോക്കിയായിരുന്നു, അവരുടെ ഫീലിങ്സ് നോക്കിയപ്പോഴും തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇവിടെ നമുക്ക് ഹെർമിറ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എനർജിയാണ്. മേ ബി അവർ തമ്മിൽ ഇപ്പോൾ യാതൊരു കോണ്ടാക്ട്സും കാണുകയില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എടുക്കാൻ പോകുന്നില്ലായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സണ് അവരുടെ ലൈഫിൽ ഇതിനോടകം തന്നെ അവർക്ക് ഒരുപാട് നഷ്ടബോധമാണ് ഉള്ളത്. കാരണം അവരുടെ പാസ്റ്റ് ലൈഫിലെ നഷ്ടബോധമാണിത്. അതായത് ഈ ഒരു വ്യക്തി പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ്, അതായത് നിങ്ങൾ തന്നെ സ്റ്റക്കാണ്. നിങ്ങളെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും നിങ്ങളെ പറ്റിയിട്ടും വളരെയധികം ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് മേ ബി ഫാമിലി ലൈഫ്, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവർക്കായിരിക്കാം ഇത് കൂടുതൽ മാച്ച് ആവുന്നത്. ഇപ്പോൾ തന്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി ഈ ഒരു പേഴ്സൺ വളരെയധികം ബോധ്യം വന്നതായിട്ടാണ് കാണുന്നത്. താൻ ചെയ്യേണ്ടിയിരുന്ന റെസ്പോൺസിബിലിറ്റീസ് അതെല്ലാം ഈ ഒരു പേഴ്സൺ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇമോഷണലി കൂടുതൽ മെച്യൂർ ആയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ.
ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രോങ് ആയി മാറിയതായിട്ട് കാണുന്നു. കാരണം മേ ബി അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ആയിരിക്കാം ഇവരെ എത്രയധികം സ്ട്രോങ് ആക്കി മാറ്റിയത്. എന്തായാലും നിങ്ങളുടെ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് വളരെയധികം ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഇനിയും തന്റെ ഡിസിഷനിൽ നിന്ന് ആർക്കും തന്നെ മാറ്റാൻ കഴിയുകയില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ഒരു നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. മേ ബി അതിലൊന്നും വീഴാതെ ഈ ഒരു പേഴ്സൺ തന്റെ ഡിസിഷനുമായി മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ിന്റെ ഒരു സിറ്റുവേഷനും നിങ്ങളോടുള്ള എനർജിയും തേർഡ് പാർട്ടിയോടുള്ള എനർജിയും എല്ലാം നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടാണ് ഫീലിങ്സ് ഉള്ളത്. ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു തകർന്നു പോയ ജീവിതം എല്ലാം തന്നെ പഴയതിലും ശക്തമായിട്ട് കെട്ടിപ്പൊക്കണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എനർജിയാണ്. ആ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയോട് യാതൊരു ഫീലിങ്സും ഇല്ല. അവർക്ക് കുറ്റബോധമാണുള്ളത്, ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധമാണുള്ളത്. അപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടാണ് ഫീലിങ്സ് ഉള്ളത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. യെസ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്, അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നു. നമുക്ക് അവരുടെ നേരത്തെ അവരുടെ ഫീലിങ്സ് കിട്ടിയായിരുന്നു. നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് ആണ് ആ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് ഏത് സമയവും കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മെമ്മറീസിൽ നിന്ന് ആ ഒരു പേഴ്സൺ എങ്ങനെ വേർപെട്ട് പോകാനായിട്ട് കഴിയും? അപ്പം ഈ ഒരു പേഴ്സന്റെ ചിന്തകളിലേക്ക് നിങ്ങളിൽ നിന്നുള്ള വ്യക്തിയുടെ ഓർമ്മകൾ വരുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു തകർന്നു പോയ ഒരു ജീവിതത്തിന് ഒരു റീബർത്ത് വേണം. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് കേട്ടോ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ സോൾമേറ്റ് കണക്ഷൻ ആണ്. അതിന്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 2 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ആ ഒരു സോൾമേറ്റ് കണക്ഷൻ, ആ ഒരു വ്യക്തിക്ക് ഒരു സോൾ കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കൈ കോർത്ത് പിടിച്ച് അവർ ഫ്യൂച്ചറിലേക്ക് പോകാനായിട്ടാണ് ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. അതായത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് ഒരു സന്തോഷമുള്ളതാകും, അല്ലെങ്കിൽ അവർ ഫുൾഫിൽമെന്റിലേക്ക് എത്തും. നിങ്ങളാണ് അവരുടെ ലൈഫ് ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് കളഞ്ഞല്ലോ എന്നുള്ള രീതിയിലും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നു. വളരെയധികം സങ്കടമാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതൊക്കെയാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിച്ച സിറ്റുവേഷൻ, അത് ആ ഒരു വ്യക്തിക്കും അറിയാം അത് ഏറ്റവും വലിയ പാപമായിരുന്നു എന്ന്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ അതിനെല്ലാം മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും വർക്ക് ചെയ്യണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. താൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്തോളാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു പേഴ്സണ് ആ ഒരു പാസ്റ്റിലുണ്ടായ ആ ഒരു വേദനകളെല്ലാം ഹീൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഒരാളായി വരണമല്ലോ. അവരുടെ ആ പാസ്റ്റിന്റെ വേദനകളെല്ലാം മാറി പുതിയ ഒരാളായി വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം ആവശ്യമാണ്. അപ്പം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. ഈ ഒരു പേഴ്സൺ പഴയതിലും ശക്തമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് വരുന്നു, അല്ലെങ്കിൽ ഇത്രയും നാൾ ഒരു മൂവ്മെന്റും ഇല്ലാതിരുന്ന റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്നൊരു
പോസിറ്റീവ് എനർജി വരുന്നു. അതായത് എന്തെങ്കിലും, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിരിക്കാം. അതാണ് കാണുന്നത്. ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രയും നാൾ പ്രതീക്ഷിച്ചിരുന്നു, വളരെ ആഗ്രഹത്തോടുകൂടി കാത്തിരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. അത് മേ ബി ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ എനിക്കിവിടെ കിട്ടുന്ന മെസ്സേജ് എന്തെന്നാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെ വേഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തുറന്ന ഹൃദയത്തോടു കൂടി ഇരിക്കൂ. നിങ്ങളുടെ പേഴ്സന്റെ സ്നേഹം, അതിന്റെ ആ ഒരു പേഴ്സന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ രണ്ട് മനസ്സോടെ അല്ല ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് കൺഫ്യൂഷനും നിങ്ങളുടെ ആ ഒരു പാസ്റ്റിന്റെ വേദനകളും എല്ലാം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ കൺഫ്യൂഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു സമയം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷനോട് ഇരിക്കേണ്ടതല്ല, രണ്ട് മനസ്സോട് കൂടിയിട്ട് ഇരിക്കേണ്ടതല്ല, നിങ്ങൾ തുറന്ന മനസ്സോട് കൂടിയിട്ട് ഇരിക്കൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാം വളരെ പോസിറ്റീവാണ് കേട്ടോ. നിങ്ങൾ വളരെയധികം സന്തോഷിക്കണം. ഈ ഒരു മെസ്സേജ് ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടെന്ന് കമന്റ് വഴി അറിയിക്കണം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. കാരണം എന്തെന്നാൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങളെന്നുള്ള ആ ഒരു ലോകത്തിൽ ആ ഒരു പേഴ്സൺ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഹാപ്പി ഫാമിലി ലൈഫ്. അപ്പം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഇതായിരുന്നു, റീഡിംഗ് ആയിരുന്നു. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ആ ഒരു ഗുഡ് ന്യൂസ് വരും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. അപ്പൊ അത് കാരണം നിങ്ങൾ തുറന്ന ഹൃദയത്തോടു കൂടിയിട്ട് ഇരിക്കൂ എന്നുള്ളതാണ്. ക്ലോസും കൂടി നോക്കാം. അശ്വതി നക്ഷത്രം, ഫെബ്രുവരി, ഏപ്രിൽ, ഇൻഡിഗോ, ഗ്രേ, 1977, സോഷ്യൽ മീഡിയ, 1974, 3 weeks, റോസ് ഫ്ലവർ, മിഥുനം, 1 week, ഇടുക്കി, 2002, മൺഡേ, വൃശ്ചികം, 53, number 13, 2023, letter K, വിശാഖം, 1991, June 20, 1975, number 17, 47, yes possible, long hair, Kannur, Aniram, past life connection, health issues, within 48 hours, 28, 2 weeks, 49, Kuwait, sensitive, 1980, 1995, Delhi, pink, 38, Wednesday, letter N, number 7, number 12, 36, number 14, Magaram, long nail, emotional, letter V, number 1, black, 1981, Magam Nakshatram, Kartika Nakshatram, number 16, 42, tomorrow, 1998, letter Z, number 8, Wayanad, Kumbam, letter L, letter T, December, Puradam, പൂര നക്ഷത്രം, യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം, ഷോർട്ട് ഹെയർ, 1982, ലെറ്റർ R, വിത്തിൻ 72 hours, 62, സെൻസിറ്റീവ്, 1988, ചെന്നൈ, 1971, ഫോട്ടോഗ്രാഫി, മേഡം, മെഡിക്കൽ ഫീൽഡ്, 26.